ഭൗതികമായ ലോകത്തിന്റെ പ്രമേയങ്ങളെയും ആലോചനാതലങ്ങളെയും വളരെ മനോഹരമായി ഖുർആൻ ക്രോഡീകരിക്കുകയാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്ത്. മനുഷ്യർക്ക് മുഴുവനും അലങ്കൃതമായി അനുഭവപ്പെടുന്നത്, ഐശ്വര്യമായി അനുഭവപ്പെടുന്നത്, സന്തോഷമായി അനുഭവപ്പെടുന്നത് വൈകാരികതയോടുള്ള പ്രണയമാണ്, വൈകാരിക ലോകത്തോടുള്ള സമീപനങ്ങളാണ്. വിചാരത്തിന്റെ തലങ്ങളിൽ നിന്ന് വികാരത്തിന്റെ തലങ്ങളിലേക്ക് പോവുകയാണ്. ആലോചനയുടെ തലത്തിൽ നിന്ന് ആഭാസത്തിന്റെ തലത്തിലേക്ക് പോവുകയാണ്. അന്വേഷണത്തിന്റെ തലത്തിൽ നിന്ന് അനുഭൂതിയുടെ തലത്തിലേക്ക് പോവുകയാണ്. ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ. മനുഷ്യൻ, സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യ, അവരുടെ ഇണകളെക്കുറിച്ചുള്ള വിചാരത്തിലാണ് അവർ ജീവിക്കുന്നത്. വൽബനീൻ, മക്കളോടുള്ള സ്നേഹവും ഭാര്യമാരോടുള്ള സ്നേഹവും. വൽഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, ഒരുമിച്ച് കൂട്ടുന്ന വലിയ സമ്പാദ്യങ്ങളാകുന്ന സ്വർണവും വെള്ളിയും, അതിലാണ് അവരുടെ ലോകം മുഴുവനുമുള്ളത്. വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസി, അവരതാ നല്ല വേഗതയിൽ സഞ്ചരിക്കുന്ന കുതിരകളും ഉയർന്ന നിലവാരത്തിലുള്ള വാഹനങ്ങളും നല്ല മൂല്യമുള്ള സമ്പാദ്യങ്ങളും, അതിലെല്ലാം അവരെ ആലോചിക്കുകയാണ്. അവരുടെ ഇടപാടുകളും സമീപനങ്ങളും മുഴുവനും നിലകൊള്ളുന്നത് എവിടെയാണ്? ഭൗതികമായ ഇടപാടുകളുടെയും ഐഹികമായ വിചാരങ്ങളുടെയും നടുവിലാണ്. അവരുടെ ചിന്തകളും ഇരപകലുകൾ മുഴുവനും ചെലവഴിക്കുന്നത് കുടുംബത്തിനു വേണ്ടി, സമ്പാദ്യത്തിനു വേണ്ടി, സന്താനത്തിന് വേണ്ടി, സഹധർമ്മിണിക്ക് വേണ്ടി, സഹവസിക്കുന്ന ലോകത്തിന്റെ സൗകുമാര്യതയ്ക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ذَلِكَ مَتَاعُ الْحَيَاةِ الدُّنْيَا. ഇവകളെല്ലാം ഭൗമികമായ ജീവിതത്തിന്റെ, ഭൗതികമായ ജീവിതത്തിന്റെ ചരക്കുകളാണ്. താൽക്കാലികമായ ജീവിതത്തിന്റെ ലോകത്താണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലാഹുവിങ്കൽ ഉന്നതമായ അവലംബസ്ഥാനം, മടക്കസ്ഥാനമുണ്ട്, ഉദാത്തമായ ഗേഹമുണ്ട് അല്ലാഹുവിങ്കൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരു വീട് പണിതിട്ടുണ്ട്, അലിയാരു തങ്ങളെ ആ വീട്ടിൽ എഴുതി വെക്കാൻ ഒരു കവിത തരുമോ എന്ന് ചോദിക്കുമ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു തുടങ്ങുന്നത്, ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി വഹിയ ഖബലൽ മൗതി ബാനിഹാ വഇൻ ബനഹാ ബിഖൈരിൻ ത്വാബ മസ്കനുഹു വഇൻ ബനഹാ ബിശർരിൻ ഖാബ ബാനിഹാ. അനുഭൂതികളുടെയും ആനുകൂല്യങ്ങളുടെയും അലങ്കാരങ്ങളുടെയും അലങ്കൃതികളുടെയും ആർഭാടങ്ങളുടെയും ഭൗമ ജീവിതത്തിൽ നീ കഴിഞ്ഞുകൂടുമ്പോ നിനക്ക് നാളെ ജീവിക്കുവാൻ ഒരു വീട് ആവശ്യമുണ്ടെങ്കിൽ ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ, മരണാനന്തരം ജീവിക്കുവാൻ നിനക്ക് വീടില്ല. ഇല്ലല്ലതി വഹിയ ഖബലൽ മൗതി ബാനിഹാ, മരണത്തിന് മുമ്പ് പണിയുന്ന ഭവനമല്ലാതെ മരണാനന്തരം വസിക്കുവാൻ വേറെ വീടില്ല. വഇൻ ബനഹാ ബിഖൈരിൻ, നന്മയുടെ വീടാണ് നീ പണിയുന്നതെങ്കിൽ അവന് നല്ല വീടാണ് നാളെ ലഭിക്കുന്നത്. വഇൻ ബനഹാ ബിശർരിൻ ഖാബ ബാനിഹാ, അവൻ അരുതായ്മകളുടെയും അനാശാസ്യതകളുടെയും അവിഹിതങ്ങളുടെയും അനിഷ്ടങ്ങളുടെയും അസഭ്യങ്ങളുടെയും എല്ലാം ഒരു ലോകമാണ് അവൻ പണിയുന്നതെങ്കിൽ ഖാബ ബാനിഹാ,
ആ നിർമ്മാതാവ് പരാജിതനായി പോയി. അതുകൊണ്ട് മിന്നുന്ന, തിളങ്ങുന്ന, വിളങ്ങുന്ന, ലംഘുന്ന സൗകുമാര്യതയുടെയും ആർഭാടങ്ങളുടെയും വൈകാരികതയുടെയും ഭൗതിക ലോകത്തേക്കല്ല നീ പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് താമസിക്കുവാൻ, നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ നല്ല ഒരു വീടുണ്ട്, നല്ല ഒരു മടക്കസ്ഥാനമുണ്ട്. അതിലേക്കാണ് നിന്റെ ലക്ഷ്യമുണ്ടാകേണ്ടത്. ഇത് നൈമിഷികമാണ്, താൽക്കാലികമാണ്, ദ്രുതചരിതമാണ്, ധൃതിയിൽ കടന്നു പോകുന്നതാണ്. ഇത് മുഴുവനും നാളേക്ക് ബാക്കിയില്ലാത്തതാണ്. അതുകൊണ്ട് മോനെ, നീ താൽക്കാലികതയുടെ ഇതിഹാസമായി മാറാതെ അനന്തതയുടെ പ്രമേയമായി മാറാനാണ് ഖുർആൻ പറയുന്നത്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. നീ ഒരിക്കലും താൽക്കാലികതയുടെ ഭ്രമത്തിൽ വീണു പോകാൻ പാടില്ല. അവിടേക്ക്, നിന്റെ വീട്ടിലേക്ക് കടന്നു പോകാനുള്ള വിചാരം എന്താണ്? നമ്മൾ ആരോടെങ്കിലും പോയി ഒരു ആത്മീയമായ വിഷയം പറയുമ്പോ, ഒരു ദീനീയായ മജ്ലിസിലേക്ക് വിളിക്കുമ്പോ നേരമില്ല, പള്ളിയിലേക്ക് വിളിക്കുമ്പോ നേരമില്ല, പള്ളിപ്പുരയിലേക്ക് വിളിക്കുമ്പോ സമയമില്ല. നമ്മളെല്ലാവരും ഭൗതികതയുടെ പ്രമത്തതയിലോടുകയാണ്. എന്നാൽ നമുക്കപ്പുറത്തൊരു ജീവിതമുണ്ട്, ഒരു ഹിയർ ആഫ്റ്റർ ലൈഫുണ്ട്. അതിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ മുഴുവനും. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഈ ലോകത്ത് നിന്ന് കടന്നു പോകാനുള്ള ഡോർ, കടന്നു പോകാനുള്ള കവാടമേതാണ്? ആ കവാടത്തിലൂടെ കടന്നു പോകുമ്പോഴല്ലാതെ നമുക്കിവിടുന്ന് വിജയത്തിന്റെ ലോകത്തേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് കടന്നു വരണം മരണത്തിന്റെ വിചാരത്തിലേക്ക്, ഇതിനപ്പുറമുള്ള ഒരു ലോകത്തെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക്. എവിടെയാണ് തമ്പുരാക്കന്മാര്, ഭരണാധികാരികൾ, കാലഘട്ടങ്ങളെ അതിജീവിച്ചവരെവിടെയാണ്? ഇന്നലകളിൽ കടന്നുപോയ ആളുകൾ എവിടെയാണ്? അവരെ കുറിച്ച് ഒന്ന് അന്വേഷണം നടത്തൂ. ശാരീരികമായി മികവുള്ളവർ, സാമ്പത്തികമായി തികവുള്ളവർ, ചിന്താപരമായി ഉയർന്നവർ, വിചാരപരമായി വളർന്നവർ എല്ലാം കഴിഞ്ഞുപോയി. പക്ഷേ അവരെല്ലാം കാലത്തിന്റെ മൂടുപടത്തിൽ ഖബറിന്റെ താഴേക്ക് വെച്ചതല്ലാതെ ആരും ഇവിടെ അനന്തതയുടെ സ്വഭാവം ഭൗതിക ലോകത്ത് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മോനെ, കടന്നു വരിക. എന്റെയും നിങ്ങളുടെയും വിചാരങ്ങൾ കടന്നു വരേണ്ടത് നാളത്തെ ലോകത്തെ കുറിച്ചാണ്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് മരിക്കണ്ടേ എന്ന് ചോദിക്കേണ്ടവരാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഉന്നതനാണ്! അല്ലാഹുവിങ്കലാണ് അധികാരങ്ങളെല്ലാം. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ലോകത്തുള്ള തമ്പുരാക്കന്മാരുടെ, രാജ്യങ്ങളുടെയും നേതാക്കളുടെയും മുഴുവനും നിയന്ത്രണം അല്ലാഹുവിങ്കലാണ്. ആ അല്ലാഹുവിങ്കലുള്ള സുപ്രീം കൺട്രോൾ, അതിനെ തള്ളിക്കളയാൻ ആർക്കും സാധ്യമല്ല. അറേബ്യയുടെ മണ്ണിന്റെ താഴെ പെട്രോളിയം ഒതുക്കിയത് അല്ലാഹുവാണ്. നമ്മുടെ മണ്ണിൽ നെല്ല് വിളയിക്കുന്നവനും അല്ലാഹുവാണ്. കേരളത്തിന് കേരം നൽകിയവൻ അല്ലാഹുവാണ്. മലേഷ്യക്ക് എണ്ണപ്പന നൽകിയവനും അല്ലാഹുവാണ്. അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് വിവിധ വിഭവങ്ങൾ നൽകിയവൻ അല്ലാഹുവാണ്. അതിന്റെ മുഴുവനും നിയന്ത്രണാധികാരമാരുടെ കയ്യിലാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവിങ്കലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്നു. മദീനയിൽ ചെല്ലുമ്പോൾ, മദീനയിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരെ മദീന പ്രവിശ്യയുടെ ഭാഗമായ സ്ഥലം തന്നെ, അവിടെ ബൈളാ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അതാ ഉയർന്ന സ്ഥലത്തേക്ക് വാഹനം സ്വന്തമായി ഉരുണ്ട് കയറുന്നു. ഒരു കുപ്പി വെള്ളമിട്ടാൽ അത് ഉരുണ്ട് മേലോട്ട് പോകുന്നു, വെള്ളമൊഴിച്ചാൽ അത് മേലോട്ടൊലിക്കുന്നു.
അത് കഴിഞ്ഞ് ഒരു 10-12 കിലോമീറ്ററോളം നോക്കുമ്പോഴോ വാഹനം ഇന്ധനമില്ലാതെ വാഹനം 130 കിലോമീറ്റർ സ്പീഡിൽ വരെ ഞങ്ങൾ സഞ്ചരിച്ച വാഹനം ഓടുന്നു. യന്ത്രം പ്രവർത്തിക്കാതെ വാഹനം ഓടുകയാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് സംവിധാനിച്ചിട്ടുള്ളത്? കാന്തിക സ്വഭാവമെന്ന് ചിലർ പറയുന്നുണ്ട്. എന്തു സ്വഭാവമായാൽ അതിനെ മുഴുവനും ഒരുക്കി വെച്ചവനാരാണ്? ആർക്കും ഇവിടെ വേറെ അവകാശം പറയാനില്ല. എന്ന പ്രവിശ്യയിൽ ഞങ്ങൾ ചെല്ലുമ്പോ അവിടെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദമണിഞ്ഞ ഭൂമിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച ഭൂമിയാണ്. ആ ഭൂമിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിദാനത്തിലേക്ക് നോക്കുമ്പോ അവിടെ കാണാൻ കഴിയുന്ന അത്ഭുതങ്ങളേറെയാണ്. तूहे साया नूर का हर उज़्व टुकड़ा नूर का साया का साया साया का साया न होता है न साया नूर का. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്ന തലങ്ങൾ മുഴുവനും പ്രഭാവിതമാണ്. അവിടുത്തെ കാൽപെരുമാറ്റങ്ങൾ നടന്ന ഭൂമികൾ മുഴുവനും ആദരണീയമാണ്. ബാഗെ തൈബ മേ സഹാന ഭൂൽ ഭാലാ നൂർ കാ മസ്ത് ബൂഹേ ബുൽബുലെ ഭടതി ഹെ കലിമാ നൂർ കാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുരഭിലമായ മദീനയിലെ അവിടുത്തെ बारहवीं के चांद का मजरा है सजदा नूर का. 12 बरजों से जगा एक एक सितारा नूर का. അവിടുന്ന് 14-ാം നിലാവ് തെളിയുകയാണ് ഹബീബിന്റെ നെറ്റിത്തടത്തിൽ. ലോകമാകമാനം ആകർഷിക്കുവാനുള്ള വിശുദ്ധ ഭൂമിയാണ് മദീന. ആ മദീനയുടെ ഭൂവിധാനം അത്ഭുതങ്ങളുടെ കലവറയാണ്. അവിടെ ഉള്ളിൽ എന്തൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. ഏതായാലും ലോകത്തിന്റെ വ്യത്യസ്ത ഋതുഭേദങ്ങളുടെയും വകഭേദങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും മുഴുവൻ നിയന്ത്രണമാരുടെ കയ്യിലാണ്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അതുകൊണ്ട് മോനെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, മരണത്തെയും ജീവിതത്തെയും പടച്ചവനവനാണ്. അതുകൊണ്ട് നീ മരണത്തെക്കുറിച്ചാണ് കൂടുതൽ ആലോചിക്കേണ്ടത്. കാരണം മരണാനന്തരമുള്ള ജീവിതമാണ് നീണ്ട ജീവിതം. മരണത്തിന് മുമ്പുള്ള ജീവിതം താൽക്കാലികമാണ്. അല്ലാഹ്